ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡാണ് നമ്മുടെ മുടിയുടെ വളർച്ചയെ സഹായിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന ചില ഫാക്ട്സ് ഉണ്ട്. അതായത് ടെൻഷൻ ഉണ്ടെങ്കിൽ ലൈസിനിൻ്റെ അളവ് ശരീരത്തിൽ കുറയും. ആ സാഹചര്യത്തിലാണ് മുടി പൊഴിഞ്ഞു പോകുന്നത്. ഉയർന്ന കൊളസ്ട്രോൾ ലെവലാണെങ്കിലും ലൈസിനിൻ്റെ അളവ് കുറയും. കൂടാതെ തന്നെ നമ്മുടെ കുടലിലെ ബാക്ടീരിയകൾ നശിച്ചു പോകുന്നുണ്ടെങ്കിലും ലൈസിനിൻ്റെ അളവ് കുറയും കേട്ടോ. മുടി പെട്ടെന്ന് പൊഴിഞ്ഞു പോവുകയും ചെയ്യും. ചില രോഗങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ മുടി കൊഴിയുന്നത്? ഇതിന് കാരണം കുടലിലെ ബാക്ടീരിയകൾ നശിച്ചു പോകുന്നതാണ്. അങ്ങനെ നമ്മുടെ ബാക്ടീരിയകൾ ആരോഗ്യത്തോടെ വളരാൻ സഹായിക്കുന്ന പ്രോബയോട്ടിക്സ് ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്. നമ്മുടെ വീടുകളിൽ തന്നെയുള്ള തൈര്, മോര് എന്നിവ ധാരാളം കഴിക്കുന്നത് നല്ലതാണ്. അച്ചാറുകൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രോബയോട്ടിക്സ് എഫക്ട്സ് നമ്മുടെ കുടലിന് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അടുത്ത ഫാക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ അയൺ ആണ് കേട്ടോ. നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് അയൺ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഹീമോഗ്ലോബിൻ നന്നായി നമ്മുടെ ബ്ലഡിൽ ഉയരുകയുള്ളൂ കേട്ടോ. ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ തലയോട്ടിയിലെ കോശങ്ങൾക്ക് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടുകയും വളരെ പെട്ടെന്ന് മുടി വളരുകയും ചെയ്യുകയുള്ളൂ കേട്ടോ. വിളർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം മുടി കൊഴിച്ചിലാണെന്ന് പലർക്കും അറിയാം. അപ്പം ബാക്കി ടിപ്സ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷോർട്ട് മുടങ്ങാതെ കാണാൻ വേണ്ടി മറക്കരുതേ.